ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന റിയൽ നമ്പേഴ്സ് ആയിരുന്നു തോന്നുന്നു. ലൈക്ക് റേഷണലിൻ്റെ പ്രൂവ് ചെയ്യുന്ന സാധനമാണെന്ന് തോന്നുന്നു. ഞാനാണെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സിൽ എൻ സി ആർ ടി സൊല്യൂഷൻ പ്രോബ്ലംസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് എക്സസൈസ് ക്വസ്റ്റ്യൻസിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻസിൽ കുറേ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒന്നേ ചെയ്യത്തുള്ളൂ. ലൈക്ക് എനിക്ക് കോൺസെപ്റ്റ് ഒന്നോട് മനസ്സിലായാൽ മതി. ആൻഡ് ഞാനാണെങ്കിൽ മൊത്തത്തിൽ ചെയ്യാൻ എനിക്കിഷ്ടമല്ല. ലൈക്ക് ഞാൻ ഓൾറെഡി പ്രീ ബോർഡിൻ്റെ സമയത്ത് ഒരിട്ടും ചെയ്തതായിരുന്നു എൻ സി ആർ ടി. ലൈക്ക് ഏരിയാസ് എഴുതിയിട്ടും പിന്നെ സർഫസും പിന്നെ വേറെ ഏതാ ട്രയാങ്കിൾസും ഒഴിച്ചിട്ട് ബാക്കി എല്ലാത്തിനും എൻ സി ആർ ടീൻ്റെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീണ്ടും ചെയ്യണമെന്ന് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോരോ ക്വസ്റ്റ്യൻ വെച്ചിട്ട് വേറെ എക്സസൈസും ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാനാണെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്നു. ലൈക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എനിക്ക് മനസ്സിലാവുന്നില്ല. ലൈക്ക് ഇറാഷണലിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് മൊത്തം സ്റ്റെപ്പ് എനിക്കറിയാമായിരുന്നു. ലൈക്ക് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും റിയൽ നമ്പേഴ്സ് ചെയ്യുന്നത്. ലൈക്ക് കുറേ നാൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനെല്ലാം മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ടൊക്കെ നോക്കി എന്ന് എഴുതുമായിരുന്നു. ആൻഡ് റിയൽ നമ്പേഴ്സ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാൻ കണ്ടിരുന്നു തോന്നുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് ആണോ ഇത്? ഐ തിങ്ക് പ്രോബബിലിറ്റി ആണെന്ന് തോന്നുന്നു. ആ ഒരു എക്സസൈസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇങ്ങനെ ഇത് ഓൾറെഡി സോൾവ് ചെയ്തതായിരുന്നു. ആൻഡ് വീണ്ടും സോൾവ് ചെയ്യാൻ എനിക്ക് അത്ര മനസ്സ് വന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ക്വസ്റ്റൻ അങ്ങോട്ട് സോൾവ് ചെയ്തിട്ട് ആ ഒരു ചാപ്റ്ററും ഓക്കെ ആക്കി കംപ്ലീറ്റ് ചെയ്ത് വെച്ചു. ആൻഡ് അത് കഴിഞ്ഞിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു. സ്റ്റാറ്റിസ്റ്റിക്സ് ലൈക്ക് ഞാനിപ്പം കുറേ നാൾ ഇതും കഴിഞ്ഞിട്ടാണ് ഞാനിത് എടുക്കുന്നത്. ലൈക്ക് ഞാൻ വേറെ ഹാർഡ് ചാപ്റ്റർ ഫോക്കസ് ചെയ്യായിരുന്നു. ആൻഡ് ഈ ഒരു സമയത്ത് ഞാൻ മൊത്തത്തിലുള്ള ഈസി ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കുമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ റിയൽ നമ്പേഴ്സ്, പോളിനോമിയൽസ് ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഞാൻ മോഡ്, മീൻ, മീഡിയൻ ഒക്കെ എടുത്ത് നോക്കി ഫോർമുല പോലും ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീണ്ടും അത് മനസ്സിലാക്കിയിട്ട് എല്ലാ മോഡും, മീനും, മീഡിയൻ്റെ എല്ലാത്തിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വെച്ച് സോൾവ് ചെയ്തു. ആൻഡ് മീഡിയനിൽ നിന്നിട്ട് എന്തോ ഒരു XY കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ സോൾവ് ചെയ്തു. അപ്പം ലൈക്ക് നമുക്ക് മനസ്സിലാവുമല്ലോ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു കോൺസെപ്റ്റ് എന്താണ്, നമുക്ക് ഇങ്ങനെ ഫോർമുല വെച്ചിട്ട് ചെയ്യാം എന്നൊക്കെ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആക്ച്വലി ഞാൻ NCERT സോൾവ് ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ആൻഡ് പിന്നെ ഈ പഠിച്ച് അല്ലെങ്കിൽ ഓൾറെഡി NCERT സോൾവ് ചെയ്തിട്ട് വീണ്ടും എന്തിനാണ് സോൾവ് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കും. ആക്ച്വലി പിന്നെ ഞാനാണെങ്കിൽ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ചാപ്റ്ററിനും NCERT എക്സാമ്പിളൊക്കെ ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ചാപ്റ്റേഴ്സ് ലൈക്ക് മാത്സ് ഞാനാണെങ്കിൽ ഫെബ്രുവരി തുടങ്ങിയതിന് ശേഷം പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫെബ്രുവരി മന്തിൽ വേറെ സബ്ജക്റ്റിൻ്റെ
എന്താ ബോർഡ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു സബ്ജക്റ്റിൽ ഞാൻ ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് നമുക്ക് മാർച്ചിനാണ് അടുത്ത എക്സാം മാത്സ്. ആൻഡ് നമുക്ക് ഗ്യാപ് ഡേയ്സ് കുറേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മാത്സ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ NCERT സോൾവ് ചെയ്യുന്നത്. ആൻഡ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനിപ്പോൾ ഇരുന്ന് ഇങ്ങനെ കൊണ്ട് ചെയ്യുന്നത്. ലൈക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുന്നത്. ആൻഡ് വേറെ ഏതോ ഒരു സമയം വന്നപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ഏതാണ് ഫോർമുല ഉപയോഗിച്ച് ഞാൻ ചെയ്ത അവസാനം ലൈക്കിനും മറ്റേ ലോവർ ക്ലാസ്സിൻ്റെ നമ്മൾ പ്ലസ് ആയിരുന്നു ആക്ച്വലി ചെയ്യണം. ഞാൻ ഇൻറ്റു ചെയ്ത് വെച്ചിട്ട് ലൈക്ക് ഞാൻ മൊത്തത്തിൽ മറന്നുപോയി. ആൻഡ് വീണ്ടും അത് ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി കറക്റ്റ് ചെയ്ത്. ആൻഡ് എൻ്റെ ക്ലാസ്സിൻ്റെ നോട്ട്സ് നമ്മൾ എല്ലാ നോട്ട്സും എഴുതത്തില്ല, എക്സസൈസ് മൊത്തത്തിൽ ചെയ്യത്തില്ല. ക്ലാസ് വർക്കിൽ നമ്മൾ കുറച്ച് മാത്രമേ ചെയ്യത്തുള്ളൂ. ആൻഡ് ഹോം വർക്കിൽ ബാക്കി ചെയ്യും. എൻ്റെ ഹോം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഹോം വർക്ക് ഇപ്പോൾ കാണാനില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗൂഗിളിൽ നോക്കുന്നത്. ആൻഡ് നിങ്ങൾ വിചാരിക്കും എപ്പോഴും ഞാൻ എന്തിനാണ് ഗൂഗിളിൽ നോക്കി ചെയ്യുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഗൂഗിളിൽ നോക്കുന്നത്. പിന്നെ ഞാൻ വീണ്ടും വേറെ ഏതൊക്കെയോ ക്വസ്റ്റ്യൻ ചെയ്യാനിരുന്നു. ലൈക്ക് മീഡിയൻ്റെ തന്നെ ക്വസ്റ്റ്യൻ. മീഡിയൻ്റെ നമുക്ക് 5 മാർക്സിന് മോസ്റ്റ് പ്രോബബ്ലി ആസ്ക് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ് എക്സും വൈയും കണ്ടുപിടിക്കേണ്ടത്. ലൈക്ക് അവർ അങ്ങനത്തെ ഫ്രീക്വൻസീൻ്റെ അകത്ത് എക്സും വൈയും തരത്തില്ല. ആൻഡ് അതെല്ലാവർക്കും അറിയാമല്ലോ, പിന്നെ ഞാൻ പറയേണ്ട ആവശ്യം എന്താ. എന്നാലും ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. എൻ്റെ പ്രീ ബോർഡിന് മൊത്തത്തിൽ ചോദിച്ചിട്ടുണ്ട്. ലൈക്ക് മീഡിയൻ്റെ അത് ചോദിക്കും. പിന്നെ മോഡിനും അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, ലൈക്ക് എക്സും വൈ ഇല്ലാത്ത മോഡ്. പക്ഷെ എനിക്ക് ഓരോ ഓപ്ഷൻ വരുമ്പോൾ ഞാൻ മറ്റേ മീഡിയൻ മാത്രമേ ചെയ്യത്തുള്ളൂ. പക്ഷെ മോഡ് ഉണ്ടെന്ന് എനിക്കിപ്പോൾ അറിയാം. സോ അത് എനിക്കൊന്ന് സോൾവ് ചെയ്യണമായിരുന്നു. അപ്പം അതൊക്കെ സോൾവ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. ലൈക്ക് പിന്നെ വേറെ ഒരു കാര്യം ഉണ്ടായിരുന്നു. 1നും 2നും അധികം പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മാർച്ച് 1നും 2നും. എന്നു വെച്ചാൽ എക്സാംസൊക്കെ തീരുന്നൊരു ദിവസങ്ങളായിരുന്നു. ആൻഡ് എനിക്ക് അത്ര പഠിക്കാനുള്ളൊരു മൂഡില്ലായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കുന്നത് 4-ാം തീയതിയിലെ ക്ലിപ്പാണ് ഈ കാണുന്നത്. ആൻഡ് ഈ ഒരു ദിവസം ഞാൻ 4 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിയൽ നമ്പേഴ്സ്, പോളിനോമിയൽസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബബിലിറ്റി. ആൻഡ് ആൾസോ കുറച്ച് കോർഡിനേറ്റ് ജോമെട്രിയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ലൈക്കിനും എളുപ്പം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് എല്ലാം. അപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ക്ലിപ്പ് അടുത്ത ദിവസത്തെയായിരുന്നു, 5th. ആ ഒരു സമയത്ത് ഞാൻ രാവിലെ എണീച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഈ ഒരു പഠിക്കുന്നത് ഞാൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരുന്നു. ആൻഡ് ഈ ഒരു ദിവസം മൊത്തം കുറച്ച് മീഡിയം ടു ഹാർഡ് ചാപ്റ്റേഴ്സ് പഠിക്കാമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. ആൻഡ് കോർഡിനേറ്റ് മാത്രമേ വരുന്നുള്ളൂ. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നില്ല. കുറേ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ പഠിക്കുന്നത്, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആൻഡ് അതുകൊണ്ടാണ് ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് സെർച്ച് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കി. ആൻഡ് ആ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലാവും. അതിന് വീണ്ടും ഞാൻ തന്നെ സോൾവ് ചെയ്യും. ലൈക്ക് കുറേ നാൾ കഴിഞ്ഞുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഫൈനലി ഞാൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തു. ബിക്കോസ് ഞാൻ ഓൾറെഡി NCERT ഒക്കെ കംപ്ലീറ്റ് ചെയ്തതായിരുന്നു. സോ എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഫസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇക്വേഷൻ പോലും അറിയത്തില്ല. പിന്നെ ഞാനാണെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഓക്കെ ഇങ്ങനെ ആയിരുന്നു എന്ന് ഓർത്തിട്ട് പിന്നെ ബാക്കിയെല്ലാം ഞാൻ സ്വന്തമായിട്ട് ചെയ്തു. അങ്ങനെ അതും കംപ്ലീറ്റ് ആയപ്പോഴത്തേക്കും ഒരു
വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾക്ക് ഇപ്പം മാർച്ച് തീരുന്നതിന് മുമ്പ് നമുക്കൊരു 100 സബ്സ്ക്രൈബേഴ്സ് ആക്കണം. സോ ഇനി വെറും 34 സബ്സ്ക്രൈബേഴ്സും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആവും. സോ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ